പറയടേ. എന്റെ ചേട്ടൻ ജോലി കളഞ്ഞു മേബായ്. 5 വർഷത്തെ ശമ്പളം ഒരുമിച്ച് കൊടുത്താലേ അവന് പണിക്ക് വരുമെന്ന് പറയുവാ. എടേ, എന്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലടേ. എനിക്കറിയാലോ, കാശുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പല്ല് എപ്പോഴേ ശരിയാക്കി എടുക്കുമായിരുന്നു അല്ലേ? എടാ, ഇങ്ങനെ പറയുന്നതൊക്കെ എന്റെ ഒരു സ്റ്റൈലാണടാ. അത് വിട്, നമുക്കിനി കക്കാനുള്ള വഴി നോക്കാം. നാട്ടുകാർ നടന്നു പോകുമ്പോ നീ കുറുകെ പോയാ മതി. അന്ധവിശ്വാസം കാരണം അവര് വഴിമാറിപ്പോവും. അപ്പൊ ആ വഴിയിലൂടെ പോയി ഞാൻ എന്റെ മോഷണം നടത്തും. അതാ വരുന്നു നിനക്കുള്ള ഈര. അയ്യോ, പൂച്ച കുറുകെ ചാടിയല്ലോ. ഇനി ഞാൻ മുന്നോട്ടേക്ക് പോവില്ല. എന്തായാലും തിരിച്ചു പോയേക്കാം. അല്ല, എന്റെ ബാഗ് എവിടെ പോയി? ബൈ ബൈ. അയ്യോ, എന്റെ ബാഗ് കൊണ്ടുപോകുന്നു. അയ്യോ, കള്ളൻ കള്ളൻ. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഇത്രയും ദിവസം കഴിഞ്ഞ് ഷോപ്പിങ്ങിന് വന്നതില് വല്ലാത്ത സന്തോഷമുണ്ട്. സോറി. ഇതാരാ? എന്റെ പൊന്നി ചേച്ചി, ലിഫ്റ്റ് വേണമെങ്കിൽ ചോദിച്ചപ്പോഴായിരുന്നു. ഓടിക്കൊണ്ടിരിക്കുന്ന കാറിനകത്താണോ ഇങ്ങനെ കേറിയിരിക്കുന്നത്? ഞാന് ചേച്ചിയൊന്നുമല്ല, ബണ്ണിയാ ബണ്ണി. പൂച്ച കുറുകെ ചാടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ മുന്നോട്ട് പോവില്ല. മുന്നോട്ട് പോയാൽ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുകയാണ്. അങ്ങനെ സംഭവിക്കില്ല. ഞങ്ങളും പൂച്ചകളാ. ഞങ്ങൾ പറയുന്ന കേൾക്ക്. ഞാൻ വണ്ടി ഇരിക്കാൻ പോവാ. അയ്യോ, ആ പൂച്ചയ്ക്ക് പരുക്ക് പറ്റുന്ന തോന്നുന്നത്. വാ, പോയി നോക്കാം. അവൻ എവിടെ പോയി? അവൻ ഇവിടെ കാണുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്ക്. കള്ളൻ കള്ളൻ, പിടിക്കവനെ. എടാ, അവൻ പൂച്ചയെ വെച്ചാ മോഷ്ടിക്കുന്നേ. അവനെ വേഗം പിടിക്കണം. ഇരിക്കടാ അവിടെ. അല്ലെങ്കിൽ എവിടെ വെക്കും? അയ്യോ, സോറി. അതിന് കാരണം മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് കേട്ടോ. അയ്യോ, പൂച്ച കുറുകെ ചാടി. ആ കള്ളനെങ്ങാനും എന്റെ കൈ കിട്ടിയ അവനെ ഞാൻ ഇടിക്കുന്ന ഇടിയില് അവന്റെ കാതിൽ ചൂളമടിക്കും. എന്നാൽ എല്ലൊന്നും ഒടിയുകയുമില്ല. സംശയമുണ്ടോ? ഈ കാള വണ്ടി വെച്ച് നമുക്ക് അവനെ പിന്തുടരാം. വേഗം പൊയ്ക്കോ. അയ്യോ, പൂച്ച കുറുകെ ചാടി. ഞാൻ ഇവിടെ അല്പസമയം ഒന്ന് ഇരുന്നോട്ടെ. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളൊരു 8 പേരുടെ കാശ് തരേണ്ടി വരും. 8 പേരെന്തിനാ? അതെ, നിങ്ങൾക്കുള്ളത് 8 കാലല്ലേ? സോറി. കാര്യം പറയടേ. അവരെ തടയുന്നത് എനിക്ക് സാധാരണ ഒരു കാര്യമാണ്. പിന്നെ എന്താണ് അങ്ങനെ ചെയ്യാതിരുന്നത്? അതിന് കാരണം ഞാൻ നിങ്ങളുടെ കൂടെ ഓടുകല്ലേ. നിൽക്ക്. ഇതിനകത്ത് ഇട്ടേക്കാം. Ready, set, go. എന്റെ ബായി, പൊന്നു ബായി, ഗോപാരി വിടുവെന്ന് തോന്നില്ല ബായി. ക്ഷീണിച്ചു. അല്പം വെള്ളം കുടിക്കാം. പോയ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിയത് പോലെയുണ്ട്.
എടാ, വേഗം ഓട്, അവനെ പിടിക്കാം. ഇന്നത്തെ വിനറാണ്. അല്ല, ഇവരൊക്കെ ആരാണ്? അല്ല ഇവരെന്തിനാ പുറത്തോട്ട് പോകുന്നേ? എന്റെ അമ്മ ഓടിച്ചോടിച്ച് കഴിയുമ്പോ എന്റെ കട്ടയെ മൂട് മുടക്കുമെന്നാ തോന്നുന്നത്. എടാ പൂച്ചേ, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യടാ. എന്റെ പൊന്നു ചേച്ചി, ക്യാപ്പ് എന്തായാലും കൊള്ളാം, പക്ഷെ അതൊന്ന് ശരിക്കും വെക്കാൻ നോക്ക്. എടാ ഞാൻ ചേച്ചിയല്ല, ബണ്ണിയാ. ആ പൂച്ചയും കള്ളനും നമ്മുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. നമ്മൾ എത്രയും പെട്ടെന്ന് ഇൻസ്പെക്ടർ പാണ്ഡ്യയുടെ അടുത്ത് ഇതിനെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യണം. എല്ലാവരുടെ കംപ്ലൈന്റും എടുക്കാം. ആ കള്ളപ്പൂച്ച നിങ്ങളുടെ അടുത്ത് എന്താണ് ചെയ്തത്? എന്റെ സാറേ, വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ആ പൂച്ച കുറുകെ ചാടി. അത് കാരണം ഞാൻ യൂട്ടേൺ എടുത്ത് വരേണ്ടി വന്നു. എന്താണ് പറഞ്ഞത്? അത് മാത്രമല്ല, 4 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിന്റെ മുന്നിലെത്തിയപ്പോ ഗേറ്റിന്റെ മുന്നിൽ വെച്ച് ആ പൂച്ച വീണ്ടും കുറുകെ ചാടി. പൂച്ച കുറുകെ ചാടിയെന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾ വേഗം വീട്ടിൽ പോകാൻ നോക്ക്. നിങ്ങൾ പറയൂ. എന്റെ സാറ്, എന്റെ കാലിന്റെ ഇടയിൽ കൂടി ആ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ. എനിക്കാണെങ്കിൽ മുമ്പോട്ട് പോകാനേ പറ്റുന്നില്ല. എന്നാ പിന്നോട്ട് പോകാൻ നോക്ക്. എന്റെ സാറേ, മുമ്പോട്ടും പിൻപോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയാ എനിക്ക്. ആ പൂച്ച കാരണം ഞാനിപ്പോ ചെളിയിലും വീഴുന്നുണ്ട്. അത് പറയാൻ വേണ്ടി ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. എടോ, നമ്മുടെ കുറുകെ ചാടുന്നത് ആ പൂച്ചയുടെ ഒരു ടെക്നിക്കാണ്. അവനും അവന്റെ പാർട്ണറും കൂടി മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പറഞ്ഞത് സത്യമാണോ? അതെ, എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചകത്താക്കണം. എല്ലാ സ്ഥലത്തും നോക്ക്. നിർത്ത് നിർത്ത് നിർത്ത്. ആ ഇവനല്ല. നമ്മൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. ഒരു പക്ഷേ ബീച്ച് കാണുക. ശരി, എന്നാ നമുക്ക് ബീച്ചിലേക്ക് പോകാം. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ തന്നെ ഉണ്ട്. വേഗം തുടരാം. ഓ എടാ, നീയൊക്കെ എവിടെ നോക്കിക്കൊണ്ടാണോ വരുന്നേ? കിട്ടിപ്പോയി. എന്റെ പക്കലുണ്ടൊരു പ്ലാൻ. കാറിനെ പോലും പിടിക്കാൻ പറ്റുന്നില്ല. നീയാണോ പ്ലെയിൻ പിടിക്കാൻ പോകുന്നത്? എടാ കഴുതേ, പ്ലെയിൻ അല്ല പ്ലാൻ എന്നാ പറഞ്ഞത്. പ്ലാൻ. അതായത് ഞാൻ അങ്ങനെ കണ്ണാടി താഴ്ത്തു വെച്ചിട്ട് എല്ലായിടത്തും നോക്ക്. അവന്മാര് എവിടെയെങ്കിലും കാണും. ആ പൂച്ചയും കള്ളനും ഇവിടെ എവിടെയെങ്കിലും കാണും. അവിടെ ഇവിടെ ഒന്നല്ല നിൽക്കുന്നത്. അമൃത ആ ഷോപ്പിന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. അങ്ങോട്ട് നോക്ക് ബായ്. എന്റെ ചക്കരെ, വാ നമുക്ക് പണി തുടങ്ങാം. എടാ, പണ്ടത്തെ പണിയല്ല ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ പണി. മോഷണം. ഓഹോ, തുടങ്ങാം. നമുക്ക് നാടകം തുടങ്ങാം. മോഷ്ടിച്ചല്ലേ, നിന്നെ ഞങ്ങൾ കൈയോട് പിടികൂടി. നീ എങ്ങോട്ടാടാ പോകുന്നത്? നീ കാരണം പൂച്ചകൾക്കൊക്കെ മാനക്കേടായിരിക്കും. ഇന്നാ പിടിച്ചോ, ഇന്നാ പിടിച്ചോ. നിന്നെ പോലുള്ളവർക്ക് നല്ല വിധത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. അല്ല, ഇനിയിപ്പൊ എന്താണ് ചെയ്യുക? ഇവിടെ എങ്ങാനും കയറി ഒളിച്ചിരിക്കാം. ഇവനെ ചെണ്ടയടി എന്താണെന്ന് കാണിച്ചു കൊടുക്കാം. എന്താ നീ ഇത് കഴിക്കുന്നോ? കഴിക്കാം കഴിക്കാം, വേഗത്താ കഴിക്കാം. അയ്യോ
എന്റെ പൊന്നി ഏട്ടാ, എന്നെ വിട്ടേക്ക്. ഞാൻ ഇനി ഒരിക്കലും കക്കില്ല. കക്ക് മാത്രമല്ല, മോഷ്ടിക്കുകയും ചെയ്യില്ല. ഇനി ആരുടെ സ്ഥാപനങ്ങൾ എടുക്കില്ല. എന്നോട് ക്ഷമിക്ക്, എന്നെ വിട്ടേക്ക്. ഇതെന്തുവാടാ നീ പറഞ്ഞോണ്ടിരിക്കുന്നേ? എന്നോട് ക്ഷമിച്ചേക്കൂ. പൂച്ച കുറുകെ ചാടിയത് വെച്ച് ഒന്നും സംഭവിക്കാൻ പോണില്ല. ഞങ്ങൾ കക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. നാട്ടുകാരുടെ സാധനം മുഴുവൻ മോഷ്ടിച്ചായിരുന്നില്ലേ? ഇനി കുറച്ചു ദിവസം ജയിലിൽ അയ്യോ.